കാൽടെക്സ് NS തിയേറ്ററിന് മുന്നിലെ കലുങ്ക് നിർമ്മാണം അതിവേഗം പുരോഗമിക്കുന്നു. ഇരുപകുതികളിലായി നടക്കുന്ന നിർമ്മാണത്തിൽ കലുങ്കിന്റെ ഒരു ഭാഗം ഓണത്തിന് മുൻപ് ഗതാഗതത്തിനായി തുറന്നു കൊടുക്കും. കഴിഞ്ഞ ആഴ്ച കലുങ്കിന്റെ സ്ലാബ് പൊട്ടി വലിയ ഗർത്തമുണ്ടായതിനെ തുടർന്നാണ് ഇവിടെ പുതിയ കലുങ്ക് നിർമ്മിക്കാൻ തീരുമാനിച്ചത്. റോഡ് പൂർണ്ണമായി അടച്ച് ഞായറാഴ്ചയാണ് കലുങ്ക് നിർമ്മാണം ആരംഭിച്ചത്. തിയേറ്ററിന്റെ എതിർവശത്തെ കലുങ്കിന്റെ സ്ലാബ് കോൺക്രീറ്റിംഗ് ബുധനാഴ്ച പൂർത്തിയായിട്ടുണ്ട്. ഇത് 20 ദിവസത്തിന് ശേഷം തുറന്നു കൊടുക്കാനാകുമെന്നാണ് പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ അറിയിച്ചത്. എന്നാൽ തിയേറ്ററിന്റെ ഭാഗത്ത് ജല അതോറിറ്റിയുടെ പൈപ്പും BSNLന്റെ ഉൾപ്പെടെയുള്ള ഡാറ്റ കേബിളുകളും കടന്നു പോകുന്നതിനാൽ ഏറെ ജാഗ്രതയോടെയാണ് പണി നടക്കുന്നത്. നിർമ്മാണത്തിനിടെ ജല അതോറിറ്റിയുടെ പൈപ്പിനുണ്ടായ ചോർച്ച പരിഹരിച്ചിട്ടുണ്ട്. 1 മാസം മുൻപ് ടൗൺ പോലീസ് സ്റ്റേഷൻ സമീപവും സമാന രീതിയിൽ പുതിയ കലുങ്ക് നിർമ്മിച്ചിരുന്നു. പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകൾ ഉൾപ്പെടെ കടന്നു പോകുന്ന പ്രധാന റോഡാണിത്. റോഡ് അടച്ചതോടെ ബസ്സുകളും ചെറുവാഹനങ്ങളും സിഗ്നൽ വഴിയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഇത് നഗരത്തിൽ വലിയ ഗതാഗത കുരുക്കിനും കാരണമായിട്ടുണ്ട്. ഓണാഘോഷത്തിന്റെ ഭാഗമായി നഗരത്തിൽ വരും ദിവസങ്ങളിൽ തിരക്കേറാനിരിക്കെ കലുങ്കിന്റെ ഒരു ഭാഗമെങ്കിലും ഓണത്തിന് മുൻപ് തുറക്കാനാകുമെന്ന അധികൃതരുടെ വിശദീകരണം ജനങ്ങൾക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത്. ഇന്നറിയാൻ ന്യൂസ് കേരള, കണ്ണൂർ.